സർ, നമ്മൾ വി ഡി സതീശന്റെ ഒരു മുഖഭാവം ശ്രദ്ധിച്ചതാണ്. യാതൊരു തരത്തിലുള്ള വലിയൊരു ആഹ്ലാദം അദ്ദേഹത്തിന്റെ മുഖത്തില്ല. അതേസമയം നമ്മൾ കെ സി വേണുഗോപാലിന്റെ മുഖഭാവം ശ്രദ്ധിച്ചാണ്. അദ്ദേഹത്തിന് ഒരു ആഹ്ലാദ കുറവും അദ്ദേഹത്തിനില്ല. അപ്പൊ അതിന് പിന്നിൽ പല കുടില തന്ത്രങ്ങളും അതിന് പിന്നിലുണ്ട് അല്ലെ? അല്ല, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏതാണ്ട് 3 ദിവസം 4 ദിവസം മുമ്പ് തന്നെ KC മുഖ്യമന്ത്രിയാകും എന്ന തീരുമാനം എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷെ ആ തീരുമാനം കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഈ കഴിഞ്ഞ തവണ KPCCയുടെ വൈസ് പ്രസിഡന്റുമാരെയും മുൻ പ്രസിഡന്റുമാരെയും എല്ലാവരെയും വിളിച്ചപ്പോഴും ചോദിച്ച ഒറ്റ ചോദ്യം ആദ്യത്തെ രാഹുൽ ഗാന്ധി ചോദിച്ചത് ഈ പ്രകടനങ്ങളും അതുപോലെ ഫ്ലെക്സുകളും ഒക്കെ തന്നെ ഇത് നിർമ്മിതമാണോ അതോ ഇത് യഥാർത്ഥത്തിലുള്ള ജനവികാരമാണോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അവരിവിടെ ഒരു സർവേ ഒക്കെ ചെയ്യുന്ന ആളുകളെ ഉത്തരേന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടുകയും ഏതാണ്ട് കേരളം മുഴുവൻ അവരൊരു ഷാഡോ ടീമായി നിന്നുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ചെറിയ തോതിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് വി ഡി സതീശൻ തന്നെ വലിയൊരു സ്റ്റാൻഡ് എടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ ഒരു കാരണവശാലും മന്ത്രിസഭയിലേക്ക് ഉണ്ടാവുകയില്ല. പറവൂർ MLA സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാം എന്നുള്ളതൊക്കെ പുള്ളി പറഞ്ഞു. അപ്പൊ അങ്ങനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു. രണ്ടാമത്തെ അതുകൊണ്ട് തന്നെ KC വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങാനും വിജയിച്ചില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാകും എന്ന് പറയുന്നത് തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് മനസ്സോടുകൂടി വഴങ്ങിയേക്കണാണ്. കാരണം യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിന് ആരെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് വി ഡി സതീശന് മാത്രമാണ്. അതേസമയം രമേശ് ചെന്നിത്തലയോട് അത്തരത്തിലുള്ള ഒരു അനിഷ്ടം ഇല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം താങ്കളോട് ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ ഇതിൽ പ്രിയങ്ക ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധി വീണ്ടും കൂടെ അടുത്ത 2029 ഇലക്ഷൻ ഇന്നലെ ജയിക്കാൻ സാധ്യതയില്ല, ഞങ്ങൾക്ക് കഴിയില്ല. പ്രിയങ്ക ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി അവിടെയുള്ള മത്സരിക്കണം, അവിടെ മുസ്ലിം ലീഗ് ചെയ്യാനില്ല. കേരളത്തിലേക്ക് ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത തവണത്തെ വിജയം ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് പറയുകയും രണ്ടാമത്തത് ഉപതെരഞ്ഞെടുപ്പിലും തോൽവി ഉറപ്പാണ് എന്നുള്ളത് പറയുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഗാന്ധി ഇന്നലെ തന്നെ സോണിയാഗാന്ധിയുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയും ഇന്ന് യഥാർത്ഥത്തിൽ KCയെ വിളിപ്പിച്ച് 1.5 മണിക്കൂറോളം സംസാരിച്ചപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി കൂടെ ഉണ്ടായിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ KCയെ അന്വയിപ്പിക്കാനും KCയോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. KCക്ക് അത്ര വലിയ സന്തോഷക്കുറവില്ലാത്തതിൻ്റെ കാര്യം ഈ മന്ത്രിസഭയിൽ KCയുടെ വലിയ പിടിയുണ്ടാകും എന്ന് പറയുന്ന ഒരു ഉറപ്പ് KCക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് നിയമിക്കുന്ന മന്ത്രിമാർ അത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് 10 പേരെ നിയമിക്കുമ്പോൾ അതിൽ 1-2 MLA-മാരെ മന്ത്രിമാരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ KCയുടെ ആളുകളാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തല വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം, അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥാനം, അത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 3 മന്ത്രിസ്ഥാനം ചിലപ്പോൾ വി ഡി സതീശനും ബാക്കിയുള്ളത് മുഴുവൻ അതായത് 6 എണ്ണവും കൃത്യമായിട്ട് KCക്കും കിട്ടും എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ KC പുറത്തു നിന്നുള്ള ഒരു മുഖ്യനായും ഇവിടെ നിലവിൽ കസേരയിൽ ഇരിക്കുന്ന മുഖ്യനായി വി ഡി സതീശനും ഭരിക്കാം എന്നുള്ള എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സതീശന്റെ മുഖത്ത് ഒരു ആഹ്ലാദം ഇല്ലായ്മയുള്ളത്. അതുകൊണ്ടാണ് സതീശന്റെ മുഖത്ത് അത്രത്തോളം ആഹ്ലാദം ഇല്ലാത്തത്. കാരണം സതീശൻ പറയുന്നു കോൺഗ്രസിൽ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആകുന്നത് തന്നെ ഭാഗ്യമാണ്. അല്ലാതെ കോൺഗ്രസിൽ ഒരു കാരണവശാലും ഒരു ഫ്രീ ഹാൻഡോട് കൂടി നേരെ വന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മുഖ്യമന്ത്രിയായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് മുഖ്യമന്ത്രി മന്ത്രിമാരെ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് ടെക്നിക്കലി സാങ്കേതികമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തീരുമാനിക്കുമ്പോൾ പക്ഷേ വി ഡി സതീശന്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്ന കേസ് വരുമ്പോൾ KC ഗ്രൂപ്പിൽ നിന്ന് എന്താണെങ്കിലും 43 പേര് 48 പേര് അദ്ദേഹത്തെ പിന്തുണക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേർക്ക് ഇതാകാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഭിന്നിപ്പൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതിലൊരു ടേം വ്യവസ്ഥ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ട്. അതിപ്പോ പുറത്തൊന്നും പറയാൻ പറ്റില്ല, തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ടേം വ്യവസ്ഥ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പൊ അത്തരത്തിൽ സത്യത്തിൽ ഇതൊന്നുമില്ലാതെ ഒരു കണ്ടീഷനും ഇല്ലാതെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്നുള്ളതായിരുന്നു ആരുടെ വാദം? വി ഡി സതീശന്റെ വാദം. അപ്പൊ അത് വി ഡി സതീശനെ വെച്ച് വൈകിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ ഒരു മന്ത്രിയായി ഇതിനകത്തേക്ക് വരുന്നതിനേക്കാൾ ഭേദം തൽക്കാലം ഒരു മുഖ്യമന്ത്രിയായി ഈ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് വരികയും ചെയ്യാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇത് കൃത്യമായി എത്തിച്ചേണ്ടതാണ്. പിന്നെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ അത് KCക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ആണെന്നൊന്നും വിചാരിക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അല്ല അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പൊ ഖാർഗെയോ ഇനി ആര് വന്നിരുന്നാൽ പോലും
രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ നേതാവ്. അല്ല അത് മാത്രമല്ല, കോൺഗ്രസ് 2-3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ല അതുപോലെ അഖിലേന്ത്യാ പ്രസിഡന്റായ വലിയ ഗുണമൊക്കെ ഉണ്ട്. അത് താങ്കൾ അറിയേണ്ടത് ആയിരക്കണക്കിന് കോടി രൂപയുടെ അക്കൗണ്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ഗുണമൊക്കെ ഉണ്ട്, അതൊക്കെ പറയാനും. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ അതുപോലുമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ KC വേണുഗോപാൽ അതിനേക്കാൾ കരുത്തനാണ്. കാരണം എന്തുകൊണ്ടാണ്? മല്ലികാർജുൻ ഖാർഗെ പറയുന്നതിനേക്കാളും വലിയ വാക്കാണ് KCയുടെ എന്നും KC പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മനസ്സാണെന്നൊക്കെ ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും നേതാവ്, അല്ലാതെ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് രാഹുൽ ഗാന്ധി കേൾക്കുമെന്ന് നമ്മൾ വിചാരിക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന KC വേണുഗോപാലിനെ സംബന്ധിച്ച് ഇനി ദേശീയ അധ്യക്ഷൻ ആക്കാമെന്നുള്ളൊരു കാര്യമൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അത് വലിയ താല്പര്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് അർഹിക്കുന്ന കാര്യം കൂടിയാണ്, കേരളത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയായി വരിക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും അതുപോലെ സ്ട്രാറ്റജികളും ഒക്കെ പിഴച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ കപ്പ പുഴുങ്ങാൻ നിൽക്കുന്ന മറ്റേ വീഡിയോയും അതുപോലെ തന്നെ താഴെ സ്വിഗ്ഗി ആളുകളും അതുപോലെ വെള്ളം കൊണ്ടെടുത്ത് മറ്റേ താഴെ ഇരിക്കുന്ന മറ്റേ നിങ്ങൾക്ക് കസേരയില്ലല്ലോ അപ്പോൾ എനിക്ക് കസേരയുടെ താഴെ ഇരിക്കുന്ന, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി ഡീൽ ചെയ്യുന്ന ആളുകൾ വെറും മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ്. മനസ്സിലായി? അതൊക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ സതീശൻ ബ്രിക്ക് ബൈ ബ്രിക്ക് സ്വന്തം ഇമേജ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ ഈ പറയുന്ന ഒരു സൈഡും, അതായത് ഒരു മുസ്ലിം മത വിഭാഗത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള പിന്തുണ വലിയ തോതിൽ തനിക്കാണ് എന്ന് പറയുന്ന ഒരു തോന്നലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ പിടിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല ഹൈക്കമാൻഡ് ഇത് പരിപൂർണമായും വിട്ടുകൊടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രി ആയി സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് VD സതീശന് പറഞ്ഞിട്ടുണ്ടാവുക അതായിരിക്കും. ചിലപ്പോൾ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്കെങ്കിലും ഞാൻ എന്ത് ചെയ്യട്ടെ, മുഖ്യമന്ത്രി ആയിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, പിരിച്ചോളൂ. അല്ലാതെ ഞാൻ ഇത്രയും പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജയത്തിന്റെ ഒരു അർഹത എനിക്കുണ്ട് എന്നുള്ളതായിരിക്കും ഏറ്റവും ഒടുവിൽ ഡിമാൻഡ് വെച്ചിട്ടാവുക. മറ്റത് മുഴുവൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കീഴടങ്ങിയിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കൂടി ആലോചിക്കണം. അതായത് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് വേറൊരാൾക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനവികാരത്തെയാണ് ഹൈക്കമാൻഡ് ഉൾക്കൊണ്ടുള്ളത് എന്നാണ് പറയുന്നത്. അല്ല, ജനവികാരം എന്ന് പറയുന്നത് നമുക്ക് അളവുകോലൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഏഷ്യാനെറ്റും മീഡിയ വണ്ണും പിന്നെ സ്മൃതി പരുത്തിക്കാടും ഒക്കെ മാത്രം പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ജനവികാരം എന്താണ്? എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം ജനവികാരം എന്താണ്, അതാണെന്ന് പറയാം, ഇതാണെന്ന് പറയാം. ജനവികാരം എവിടെയാണ്? ഇനി ഏറ്റവും വലിയ ഈ ചാനലുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടിരുന്ന പ്രീപോൾ സർവേകൾ എടുത്തേക്ക് പറഞ്ഞ ജനവികാരം മുഴുവൻ ആർക്ക് അനുകൂലമാണെന്നാണ്? പിണറായിക്ക് അനുകൂലമാണെന്നാണ്. റിപ്പോർട്ടർ ചാനലിലെ സർവേയിലും പറഞ്ഞത് എന്താണ്? 1% വോട്ടിന് മുന്നിൽ നിൽക്കുന്നത് പിണറായിയാണ്. ഇനി എക്സിറ്റ് പോൾ സർവേകൾ പോലും പറഞ്ഞത് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ആരാണെന്നാണ്? പിണറായി വിജയനാണെന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് ഇപ്പൊ എനിക്കും പറയാൻ വേണമെങ്കിൽ എനിക്ക് VD സതീശൻ അനുകൂലമാണെങ്കിൽ ജനവികാരം VD സതീശൻ അനുകൂലമാണെന്ന് പറയാം. പിന്നെ ഓക്കെ, പൊതുവായിട്ടുള്ളൊരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം KC വേണുഗോപാൽ എന്തോ ഇത് റാഞ്ചി എടുക്കാൻ പോകുന്നു, മോശമായിട്ട് എടുക്കാൻ പോകുന്നു. അത് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ വലിയൊരു വിഭാഗത്തിന്റെ ഈ പറയുന്ന അനുകൂലമായിട്ടുള്ള നിലപാട് VD സതീശനൊപ്പമാണല്ലോ. അല്ല അതെ, അത് VD സതീശനൊപ്പമാണെന്ന് പറയുന്ന ഒരു ധാരണ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ ഈ പറയുന്ന നിലപാടുകൾക്കൊപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം വരെ കഷ്ടത്തിലാവും. അല്ല, പ്രിയങ്ക ഗാന്ധി ഇപ്പൊ ഇവിടെ നിന്ന് ഇനി ഇവിടെ വയനാട് നിന്ന് ഇനി ജയിച്ചാൽ എന്ത് തോറ്റാൽ എന്ത്, അതൊന്നും കൊണ്ട് പ്രധാനപ്പെട്ട കാര്യമില്ല. എന്നെ പറയിക്കുന്ന ഒരു കാര്യം, ഇനി വയനാട് എന്നുണ്ടെങ്കിൽ തന്നെ അവർ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യാതിരിക്കൊന്നുമില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്യും? അവർക്കുള്ള ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കൂല. അത് നടക്കണ കേസല്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അവിടെ പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന വിഭാഗീയതയാണ് ഏറ്റവും പ്രധാനമായി ഹൈക്കമാൻഡ് കണക്കിൽ എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി താങ്കളോട് പറയട്ടെ, മിക്കവാറും ഇതുപോലെ VD സതീശനൊക്കെ പോയാൽ ഈ നമ്മൾ ക്രിക്കറ്റുകളിലേക്ക് താങ്കൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു കളിയും തോക്കാതെ വന്ന ടീമുകളൊക്കെ സെമി ഫൈനലിൽ തോറ്റുപോവുകയും എന്നാൽ അതുവരെ തോറ്റ് കഷ്ടിച്ച് സെമി ഫൈനലിലേക്ക് എത്തുന്ന ടീമുകളൊക്കെ 2020-ലും മറ്റ് ലോകകപ്പിലൊക്കെ മിക്കവാറും കപ്പടിക്കുകയും ചെയ്ത ഒരു ചരിത്രം. VSന്റെ ഒരു കാര്യം നോക്കി, അദ്ദേഹം ഒരിക്കൽ പോലും മന്ത്രിയായില്ല, പക്ഷെ നേരിട്ട് മുഖ്യമന്ത്രി. അതുപോലെ VD സതീശന്റെ കാര്യത്തിൽ 2011-ൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു, എന്ത് ചെയ്തു? ഇപ്പൊ നേരിട്ട് മുഖ്യമന്ത്രിയായി. അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ പലപ്പോഴും നമ്മളെ ഫോർച്യൂൺസ് ഇല്ല, ഭാഗ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവര് നിരന്തരമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഏറ്റവും ഒടുവിൽ അതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ പിന്നീട് എത്തിച്ചേരും കിട്ടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് കൂടി ഇതിനെ കണ്ടാൽ മതി. പിന്നെ സതീശൻ ആയതുകൊണ്ടൊരു കാര്യം കൂടിയുണ്ട്, ഇനി എന്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന പല നീക്കങ്ങളും പല ഒരു കൃത്യമായിട്ടുള്ള മീഡിയ ഹൗസുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യവും ഒക്കെ നടക്കും. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു വലിയ തരികടയുണ്ട്. അതായത്
ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ പിണറായി വിജയനാണ് പോയി ആരും അറിയാതെ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയി കർണാടകത്തിൽ പോയി അദാനിയുടെ ജനറൽ മാനേജറെയും ഇവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ പുകലുണ്ടാവുക? പക്ഷേ ബിഗ് ടി വി ഒഴികെ ഒരു മാധ്യമവും അത് ചർച്ച ചെയ്തിട്ട് പോലുമില്ല. യഥാർത്ഥത്തിൽ അങ്ങേറ്റം ദുരൂഹമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ദുരൂഹമാണ്. അപ്പൊ അതിൽ ഇത് ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ശബരിമല കൊള്ള കേസിലെ ഒരു പ്രതിയും ചോദ്യം ചെയ്ത ഒരു പ്രതിയും അതിലും അദ്ദേഹത്തോടൊപ്പം അതെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒരു പ്രതി രജികുമാറും കൂടി ആ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു വിഷയമേ ഞാൻ പറയണത് ഓക്കെ, അദ്ദേഹം പോയതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഇതൊന്നും ഒരു വിഷയമേ അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഇതിന് മറുപടി പറയണമെന്നെങ്കിലും മാധ്യമങ്ങൾ പറയണ്ടേ? അതും പറഞ്ഞു. എന്താണ് നിങ്ങൾ അവിടെ ഒരു പോയിന്റ് ക്ലാരിറ്റി എന്താണ്? നിങ്ങൾ ഒരു സൗഹൃദ സന്ദർശനം നടത്തിയാണോ? രജികുമാറായിട്ടേക്ക് നേരത്തെ പരിചയമുണ്ടോ? പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അല്ലാതെ എൻ്റെ സുഹൃത്താണ് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയണം എന്നുള്ളതെങ്കിലും ആവശ്യപ്പെടണ്ടേ? തൊട്ടിപ്പുറത്ത് എന്താണ്, പിണറായി വിജയനോ ബാക്കിയുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇവരത് ക്രൂസിഫൈ ചെയ്യാണ്. പക്ഷെ ഈ നിലപാടും കൊണ്ടിട്ട് മീഡിയ വണ്ണിനോ ഏഷ്യാനെറ്റിനോ ഒന്നും ഇനി അധികകാലം തുടർന്നുകൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ പതനമായിരിക്കും അത്. ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ മുഖ്യമന്ത്രിയെയോ ഗവൺമെന്റിനെയോ അവർ വളരെയധികം ആശ്രയിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇരുന്ന കൊമ്പ് മുറിക്കുക എന്നുള്ളതായിരിക്കും. കാരണം അവരുടെ വ്യൂവർഷിപ്പ് മുഴുവൻ തകർന്നടി. ഇപ്പം തന്നെ പണ്ടൊക്കെ താങ്കൾ ഓർക്കേണ്ടതില്ല, ഏഷ്യാൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2, 3, 4 ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടിവെച്ചാൽ പോലും അവരുടെ പകുതി എത്തുള്ളായിരുന്നു പണ്ട്. അതിനകം ഇപ്പം 24 ന്യൂസും റിപ്പോർട്ടർ ടി വിയൊക്കെ തൊട്ടടുത്ത് എത്തിക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ യൂട്യൂബിലും പുതിയതായി കാഴ്ചക്കാരിലും അവർ വളരെ പുറകിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവരുടെ തലക്കടിയേക്കുന്ന ഒരു പണിയായിരിക്കും എന്ത് ചെയ്യുന്നത് ഉണ്ടാവുക. അതുകൊണ്ട് അവരുടെ ഒന്നും പിൻബലത്തിൽ മാത്രം മുഖ്യമന്ത്രിയാകുന്നതൊക്കെ, പക്ഷെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഇമേജ് ബിൽഡ് ചെയ്യാനും ഒന്നും എന്ത് ചെയ്യില്ല, ഇനി നടക്കില്ല.